ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ നാടുകളിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ് പറയുന്നത്: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഈ ധ്യാന നാളുകളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അതോ മറ്റുള്ളവർക്ക് സമാധാനം പകരുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജ്ഞാനിയായ ശലോമൻ നമ്മെ ഓർപ്പിക്കുന്നത് മൃദുവായ വാക്കുകൾ ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്നാണ്. നമ്മുടെ വാക്കുകൾക്ക് കലഹം നൽകുവാനും അതുപോലെ സമാധാനം നൽകുവാനും ഇടയായിത്തീരും. മനുഷ്യന് കോപിക്കുമ്പോൾ അഥവാ സംഘർഷ ഭരിതമായ സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ശാന്തതയോടുകൂടെയുള്ള മൃദുവായ വാക്കുകൾ ആ സംഘർഷമാകുന്ന അവസ്ഥയെ ശമിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം സമാധാനത്തോടെ അവരോട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നത്തെ ലഘൂകരിക്കുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് ജ്ഞാനിയായിട്ടുള്ള ശലോമൻ നമ്മെ ഓർപ്പിക്കുന്നത് കഠിനമായ വാക്കുകൾ കോപത്തെ ജ്വലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ കഠിനമായ വാക്കുകളുടെ അപകടത്തെക്കുറിച്ച് അവിടെ ശലോമൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ചെറിയ ഒരു പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ വാക്കുകൾ മുഖാന്തരം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും അതുപോലെ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നാണ്. നമ്മുടെ സംസാരം, നാം മറ്റുള്ളവരോട് സംഭാഷിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വാക്കുകൾ കൃപ നിറഞ്ഞതായിരിക്കണം. കൃപയോടുകൂടെ നാം മറ്റുള്ളവരുമായി സംഭാഷിക്കുമ്പോൾ, മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയും. നാം സ്നേഹത്തോടെ, നാം ദയവോടുകൂടെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവും ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ മനോഹരമാകുന്ന ഒരു ദൃശ്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ യാക്കോബിന്റെ കിണറിനരികെ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുകയാണ്. യേശുവിന്റെ വാക്കുകൾ അവളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനായിട്ട് കഴിഞ്ഞു. യേശു അവളോട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ, അവളുടെ ഹൃദയത്തിൽ സത്യത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, അവളുടെ ജീവിതത്തിലെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതായ സംഭാഷണങ്ങളായി തീർന്നു. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും കർത്താവ് യേശുക്രിസ്തു അവളെ കുറ്റപ്പെടുത്തിയില്ല, അവളോട് കോപിച്ചില്ല. മറിച്ച് സ്നേഹത്തോടുകൂടെ അവളോട് സംഭാഷണം ചെയ്തപ്പോൾ ആ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ശമരിയ സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് നമ്മോട് പറയുന്നത്. നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപ നിറഞ്ഞതായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ എപ്രകാരമാണ് അവളുടെ ജീവിതത്തിലേക്ക് ആ വാക്കുകൾക്ക് സ്വാധീനം ഉളവാക്കുവാൻ കഴിഞ്ഞത്, അതുപോലെ നമ്മുടെ വാക്കുകളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ നോമ്പ് നാളുകളിൽ നാം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയേണ്ടത്, ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഈ നാളുകളിലെ ചിന്തയുമായിരിക്കട്ടെ. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ദയ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ ഈ നാളുകളിൽ, ഈ നോമ്പ് കാലഘട്ടം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നോമ്പിൻ്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ധ്യാനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.